ത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഒരുപക്ഷെ കെ സി വേണുഗോപാലായിരിക്കാം, അല്ലെങ്കിൽ വി ഡി സതീശനായിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി ആയിരിക്കാം. എന്നിരുന്നാലും ആ മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്നുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ഓർത്ത് ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടേതായ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനും കാര്യങ്ങൾക്കും വേണ്ടി ജനങ്ങൾ MLA-മാരെ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ട്. അവർക്ക് വിശ്വാസമാണ്. ഞങ്ങളുടെ ഇവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഈ അഭിപ്രായങ്ങളെല്ലാം കോൺഗ്രസ്സിൽ നമ്മുടെ ഇരിക്കുന്ന മുതിർന്ന നേതാക്കന്മാരും ഹൈക്കമാൻഡും MLA-മാരും MP-മാരും എല്ലാവരും ഇരുന്ന് കേൾക്കും. എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യും. എന്നിട്ട് ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കും. ഏത് ചെയ്താലാണ് നല്ലതെന്ന് മനസ്സിലാക്കും. എന്നിട്ട് ഇതിന് ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ എടുക്കും. അല്ലാതെ മേളിൽ നിന്ന് ഒരുത്തം പറഞ്ഞിട്ട് മിണ്ടരുത്, കടക്ക് പുറത്ത് വീട്ടിൽ പോവും, അത് അവിടെ പോയി പറഞ്ഞാൽ അത് ഇവിടെ പോയി തുപ്പരുത്, തുമ്മരുത്, എന്നല്ല. മനസ്സിലായോ? അങ്ങനെയല്ല. അപ്പം അങ്ങനെയുള്ളൊരു കോൺഗ്രസിനെ എന്ത് ചെയ്യണം, ആരെ തിരഞ്ഞെടുക്കണം, എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമേ ഇല്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തോൽവിയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങളെക്കൊണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്തെങ്കിലും നല്ലത് എപ്പോഴെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. മനസ്സിലായോ? ഈ വരുന്ന വർഷങ്ങളിൽ എപ്പോഴെങ്കിലും പ്രതിപക്ഷത്തിരുന്നു കൊണ്ട്, അതായത് നിങ്ങൾ ഭരണവർഷത്തേക്ക് ഇനി വരാൻ പോകുന്നില്ല, നിങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരുന്നത് കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇല്ലെങ്കിൽ മറ്റേ പണ്ട് സന്ദേശം സിനിമയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ അതിനു മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പ് ഗ്രൂപ്പ് ചാറ്റുകളിലും കിടന്ന് നിങ്ങൾ മുഖ്യമന്ത്രി ആരാ, അവിടെ കിടന്നടിയാണ്, ഇവിടെ കിടന്നടിയാണ്, ബഹളമാണ്, അത് ഞങ്ങൾ തീരുമാനിച്ചു. അത് ഞങ്ങൾക്ക് വിട്ടേരെ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്വാത്വികമായിട്ടുള്ളൊരു അവലോകനം നടത്തുക. പണ്ട് സന്ദേശം സിനിമയിൽ പറഞ്ഞിട്ടില്ലേ, ആ അവലോകനത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, പ്രതിക്രിയാവാദികളും വിഘടനവാദികളും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. അതുകൊണ്ടാണോ തോറ്റത്? ഇനി ബൂർഷകൾ എതിരായതുകൊണ്ടാണോ തോറ്റത്? അതോ ജനങ്ങൾ മടുത്തത് കൊണ്ടാണോ തോറ്റത്? എന്നെ തന്നെ ആയാലും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിക്ക്, കേരളത്തിൻ്റെ അടുത്തിൻ്റെ കോൺഗ്രസിൽ നിന്നുള്ള കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും. അപ്പം ശരി, ഞാൻ നിൽക്കുന്നു. അപ്പോൾ പോട്ടെ, തോറ്റ MLAs.